ഹാത്രസിൽ നടന്ന ഞെട്ടിപ്പിക്കുന്ന ദുരന്തമാണ്. 121 പേരുടെ ജീവൻ നഷ്ടപ്പെട്ടു. അതിലേറെ പേർക്ക് ഗുരുതരമായ പരിക്കേറ്റു. നിങ്ങളൊക്കെ ഇത്തരമൊരു സംഭവം ഉണ്ടായിട്ട് ഇന്ത്യയുടെ പ്രധാനമന്ത്രി അവിടെ പോണ്ടേ? എന്തേ പോകാത്തത്? ഞാൻ ഓർമ്മിക്കുകയാണ്, പുറ്റിങ്ങൽ മഹാദുരന്തമുണ്ടായി. പ്രധാനമന്ത്രിയോട് വന്നത് നല്ലതെന്ന് പറയുന്ന ഒരാളാണ് ഞാൻ. പ്രധാനമന്ത്രി വന്നത് നന്നായി. പക്ഷേ പ്രത്യേക വിമാനം എടുത്ത് കേരളത്തിലേക്ക് വരാൻ എത്ര സമയമെടുത്തു? ഇത് അവിടെ നിന്ന് മോർണിംഗ് വാക്കിനകമ്പോൾ കുറച്ചൊന്ന് എക്സ്റ്റെൻഡ് ചെയ്താൽ ഹാത്രാസിലെത്തും. എന്തേ പ്രധാനമന്ത്രി പോകുന്നില്ല? കേന്ദ്ര ഗവൺമെന്റിന്റെ ഏതെങ്കിലും ഉത്തരവാദിത്തപ്പെട്ട പ്രതിനിധികൾ അവിടേക്ക് പോകുന്നുണ്ടോ? ഈ മഹാദുരന്തം 121 പേരെ കൊലപ്പെടുത്തുകയായിരുന്നില്ലേ ഭാരതത്തിൽ? പോട്ടെ, നിങ്ങൾ ആലോചിച്ച് നോക്കൂ. FIR-ൽ ഈ ഭോലെ ബാബയുടെ പേര്, ഈ ആൾദൈവത്തിന്റെ പേര്, സ്വയം പ്രഖ്യാപിത ആൾദൈവത്തിന്റെ പേരില്ല. ആ ഇവന്റ് നടത്തി അയാളുടെ കാര്യസ്ഥന്മാർ അവിടെ വന്നവർ, അവിടെ ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തവർ, കാര്യസ്ഥന്മാരുടെ പേരുണ്ട്. ഭോലെ ബാബയുടെ പേരില്ല. നരേന്ദ്രമോദി ഗവൺമെന്റിന്റെയും UP ഭരിക്കുന്ന UP സ്റ്റേറ്റ് ഗവൺമെന്റ് BJP ഗവൺമെന്റാണ്, യോഗി ആദിത്യനാഥ് ഗവൺമെന്റാണ്. ആ ഗവൺമെന്റുകളുടെ ലോയൽറ്റി ആരോടാണ്? ഈ തിക്കിലും തിരക്കിലും കൊല ചെയ്യപ്പെട്ട സാധുക്കളായ മനുഷ്യരോടാണോ, അതോ സ്വയം പ്രഖ്യാപിത ആൾദൈവങ്ങളോടാണോ? ഇത് വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണ്. ഇത് ഒരിക്കലും നമ്മുടെ രാജ്യത്തിന് ചേരുന്നതല്ല. മദർ ഓഫ് ദി ഡെമോക്രസി എന്നാണ് നമ്മുടെ രാജ്യത്തെ ഇപ്പോൾ ഇവർ തന്നെ വിശേഷണം കൊടുക്കാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ ചോദിക്കുന്നത്, ഇതാണോ ഒരു ജനാധിപത്യ രാജ്യത്തിൽ ഉണ്ടാകേണ്ടത്? UP എങ്ങനെയുള്ള നാടായിരുന്നു? നിങ്ങൾ ആലോചിക്കണം. പോലീസ് രാജിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് UP-യിൽ. എത്ര ഇൻസിഡൻസ് ഉണ്ടായത്? എക്സ്ട്രാ ജുഡീഷ്യൽ എക്സിക്യൂഷൻസ്. ആളുകളെ റോഡിലിട്ട് കുറ്റവാളി എന്ന് കാണുന്ന കുറ്റാരോപിതരായ ആളുകളെ റോഡിലിട്ട് വെടിവെച്ച് കൊല്ലുന്നു. കുറ്റാരോപിതർ ആയ ആളുകളുടെ വീടുകളും ജീവനോപാധികളും ബുൾഡോസ് ചെയ്തിടിച്ച് കളയുന്നു. ഒരു പോലീസ് സ്റ്റേറ്റിലാണ്, പോലീസ് രാജിന്റെ കീഴിലാണ് നമ്മൾ ജീവിക്കുന്നത് തെളിയിക്കുന്ന, ഓർമ്മിപ്പിക്കുന്ന ഒട്ടനവധി സംഭവങ്ങൾ. അതിന്റെ കേന്ദ്രമാണ് പോലീസ് രാജിന്റെ തലസ്ഥാനം എന്ന് വിശേഷിപ്പിക്കാം നമുക്ക് ഉത്തർപ്രദേശിനെ. അന്നെല്ലാം പറഞ്ഞെന്താണ്? എക്സ്ട്രാ ജുഡീഷ്യൽ എക്സിക്യൂഷൻസ് ആയിരുന്നില്ലേ? ഞങ്ങൾ നിയമത്തിനും അപ്പുറത്തു കയറി നിയമവിരുദ്ധ പ്രവർത്തനങ്ങളെ വേട്ടയാടുമെന്ന് പറഞ്ഞവരായിരുന്നില്ലേ? എന്താ ഇവിടെ കാണുന്നില്ല? FIR-ൽ പോലും നിയമപരമായി പോലും ഇവരെ നേരിടുന്നില്ല. ഇത്രയും ദിവസത്തിനിടയിൽ, ഇത്രയും മണിക്കൂറുകൾക്കിടയിൽ അറസ്റ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ ആ ദിശയിലേക്ക് പോകാൻ എന്തുകൊണ്ട് തയ്യാറാകുന്നില്ല? അപ്പോൾ വളരെ ഇവരുടെ ലോയൽറ്റി വളരെ വ്യക്തമാണ്. ഇത്തരം അനാചാരങ്ങൾ, ഇത്തരം അന്ധവിശ്വാസങ്ങളെ, സ്വയം പ്രഖ്യാപിത ടീമുകളെ ഉത്തരേന്ത്യയിൽ ഉടനീളം രാഷ്ട്രീയമായി ഇങ്ങനെ വളർത്തിയെടുക്കാൻ അത് പുനഃപരിശോധനയ്ക്ക് BJP തയ്യാറാകുമെന്ന് ഞാൻ കരുതുന്നില്ല. പക്ഷേ ശക്തമായ ജനകീയ രോഷം ആ നിലയിലും ഉയർന്നു വരണം.